ഇപ്പോഴാണ് ചൈനയ്ക്ക് മനസ്സിലായത് ഈ ഗെയിം ഫർദറായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം തായ്വാൻ ആണെങ്കിലും ടാരിഫ് ആണെങ്കിലും ഇത് ചൈനീസ് എക്കോണമിയെ വളരെ മോശമായിട്ട് ബാധിക്കും. അവരെന്താണ് അടുത്ത 10 വർഷം കൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്നത്, അത് സെൻഡ് ബാക്ക് ഉണ്ടാകും. അതിൻ്റെ പേരിൽ ചൈന പല ഗെയിമുകളും അമേരിക്കക്കെതിരെ താൽക്കാലികമായിട്ടോ ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടോ നിർത്തിയിട്ട് അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയെ ശരിക്കും ബാധിക്കും. കോഡല്ല, ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും, ഇന്ത്യയുടെ പ്രൊഡക്ഷൻ അതിനെ ബാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്, എക്കണോമിസ്റ്റ് വീക്കിലി പോലും പറയുന്നത്, അതായത് ചൈനയുടെ ഏറ്റവും പ്രധാന താല്പര്യം രണ്ടെണ്ണമാണ്. ഒന്ന് ഇന്ത്യൻ ഫാർമ സെക്ടർ. കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയിലൂടെ ഏകദേശം 40 മുതൽ 60% ജനറിക് മെഡിസിൻസ് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അമേരിക്കയിൽ. ആ സെക്ടറിലോട്ട് ചൈനയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയെക്കാളും വില കുറച്ച് ചൈനീസ് പ്രോഡക്റ്റുകൾ കൊടുക്കാൻ ചൈനീസ് കമ്പനികൾ തയ്യാറാണ്. കാരണം അതിൻ്റെ അകത്ത് വെൽ അഡ്വാൻസ്ഡ് റിസർച്ചും പരിപാടികളും ഒക്കെ ഉണ്ട്. പക്ഷേ അമേരിക്ക ഇത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഡയറക്റ്റ് ഹിറ്റ് അവർക്ക് കൊടുക്കേണ്ടത് ഇന്ത്യൻ ഫാർമ സെക്ടറിനാണ്. ഗ്ലോബലായിട്ട് പോകുന്നതിന് ഹിറ്റ് ചെയ്യണം. രണ്ടാമത് ഇന്ത്യൻ ഇലക്ട്രോണിക് സെക്ടറാണ്. ഫോണാണെങ്കിലും മറ്റു പല പരിപാടികളും കോവിഡിന് ശേഷം, ട്രംപ് വന്ന ശേഷം ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കമ്പനികളെ തിരിച്ച് ചൈനയിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ചൈനയുടെ ഡിമാൻഡ്. അല്ലാതെ പഴയതിൽ നിന്നും ചൈന പുറകോട്ട് പോവുകയാണ്. ട്രംപുമായിട്ടൊരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചൈന തയ്യാറാകുന്നു. അമേരിക്കയ്ക്ക് വേണ്ടതായ ജിയോ പൊളിറ്റിക്സിലെ പല പ്രാധാന്യങ്ങളും അത് ചെയ്തു കൊടുക്കാൻ ചൈന തയ്യാറാണ്. ഇൻക്ലൂഡിങ് റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യയുടെ മുകളിൽ പ്രഷറൈസ് ചെയ്യാൻ പോലും ചൈന ഇപ്പോൾ വില്ലിങ് ആണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതോടുകൂടി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രണ്ടാമത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം രണ്ടാമത് കണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത്രമാത്രം അമേരിക്കൻ ഗവൺമെൻറ്റും അതേപോലെ ട്രംപിനും അക്സസബിൾ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. അന്ന് പറഞ്ഞിരുന്ന വാക്കാണ് ഡിസംബറിൽ ഇന്ത്യയിൽ വരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പേ വരുന്നു, കോഡിൻ്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവമായിട്ട്. ആ സംഭവങ്ങളെല്ലാം പോയി. ജാനുവരി ട്രംപ് വരുന്നു, അത് അൺസർട്ടനിറ്റി ആയി. പക്ഷേ ഏപ്രിലെ കാര്യം ചൈനീസ് സംഭവം കൺഫേംഡായി.